നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ ബി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. 40 ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വരുന്ന 10th പ്രിലിംസ് അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഈ എക്സാമിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 40 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഈ ചോദ്യങ്ങൾ മുഴുവനായിട്ടും അറ്റൻഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മാർക്ക് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മാർക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ ഇത് കാണുന്ന മറ്റൊരാൾ കൂടി കോമ്പറ്റീഷൻ സ്പിരിറ്റ് വരികയും അയാളും പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ കൂടി പഠിക്കുന്നെങ്കിൽ നല്ല കാര്യമല്ലേ, അയാളും പഠിച്ചോട്ടെ. നമുക്കപ്പോൾ അങ്ങ് തുടങ്ങിയാലോ. ഒന്നാമത്തെ ചോദ്യം, 2027 സെൻസസിൻ്റെ ഭാഗമായി ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ പ്രശസ്തനായ മണൽ ശില്പി ആരാണ്? 2027 സെൻസസിൻ്റെ ഭാഗമായിട്ട് ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ പ്രശസ്തനായ മണൽ ശില്പി. 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ മണൽ ശില്പി ആരെന്നാണ് ചോദിച്ചത്. ആരാണ്? ഓപ്ഷൻ ബി ആണ് സുദർശൻ പട്നായിക്. സുദർശൻ പട്നായിക് ആണ് 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ പ്രശസ്തനായ മണൽ ശില്പി അല്ലെങ്കിൽ സാൻഡ് ആർട്ടിസ്റ്റ് അല്ലേ. 2, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആയ സെൻസസ് 2027 ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആയ സെൻസസ് 2027 ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് പ്രഗതി ആൻഡ് വികാസ്. പ്രഗതി ആൻഡ് വികാസ് ആണ് 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി മാറിയത്? സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി മാറിയത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഡെൻമാർക്കാണ്. ഡെൻമാർക്കാണ് സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാകുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി മെഗിറ്റസ് ഗോപി മത്സ്യത്തെ കണ്ടെത്തിയ സ്ഥലമായ ആര്യപ്പിള്ളി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി മെഗിറ്റസ് ഗോപി മത്സ്യത്തെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ആര്യപ്പള്ളി. അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ഒഡീഷയാണ്. ഒഡീഷയാണ്. അപ്പോൾ ആര്യപ്പള്ളി എന്നൊക്കെ പേരെ കേട്ടിട്ട് കേരളമൊന്നും ആരും കുത്തരുത്. എവിടെയാണ് സ്ഥലം? ഒഡീഷയാണ്. 5, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശ്രീകണ്ഠാപുരം. ശ്രീകണ്ഠാപുരമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ. അടുത്ത ചോദ്യം നോക്കാം. 2026 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത്? 2026 ഹരിവരാസന പുരസ്കാരമാണ് ചോദിച്ചത്. 2026 ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് തിരുവിഴ ജയശങ്കർ. ആരാണ്? തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ 2026 ആരാണ്? തിരുവിഴ ജയശങ്കർ. 2025 ആരാണ്? 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ആരാണ്? വീരമണിദാസൻ. ഈ 3 പേരുകൾ ഓർത്തു വെച്ചോളുക. 2024 വീരമണിദാസൻ, 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, 2026 തിരുവിഴ ജയശങ്കർ. ഈ 3 പേരുകളും ഓർത്തു വെച്ചോളുക. ഹരിവരാസന പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത്, വനിതാ സംവരണ നിയമ ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചതെന്നാണ്? വനിതാ സംവരണ നിയമ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചതെന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 2026 ഏപ്രിൽ 16. 2026 ഏപ്രിൽ 16 വനിതാ സംവരണ നിയമ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത്. 8ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനി പദ്ധതി എവിടെയാണ് നിലവിൽ വരുന്നത്? ജോന്നഗിരി. എവിടെയാണ്? ജോന്നഗിരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണഖനി പദ്ധതി നിലവിൽ വരുന്നത്. 9ാമത്തെ ചോദ്യം, 2026 ഏപ്രിലിൽ വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനം ഏതാണ്? 2026 ഏപ്രിലിൽ വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്തെന്നാണ് ചോദിച്ചത്. എന്താണ് പേര്? ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ ഹിമസേതു. ഓപ്പറേഷൻ ഹിമസേതു. 10ാമത്തെ ചോദ്യം, 2026 ഫെബ്രുവരി 1 മുതൽ പുകയില ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന നികുതി എത്രയാണ്? 2026 ഫെബ്രുവരി 1 മുതൽ
പുകയില ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതി നിരക്ക് എത്രയാണ്? ഓപ്ഷൻ എ ആണ് 40% നികുതിയാണ്. 11. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഫിബോ എന്നു പേരുള്ള കടുവ. ഫിബോ എന്നു പേരുള്ള കടുവയാണ് കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം. 12ാമത്തെ ചോദ്യം, 38ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? 38ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് കൊച്ചിയാണ്. കൊച്ചിയാണ് 38ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ഒറ്റപ്പാലം. ഒറ്റപ്പാലത്താണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം നിലവിൽ വരുന്നത്. 14ാമത്തെ ചോദ്യം, ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന് ലോക റെക്കോർഡ് കുറിച്ച 7 വയസ്സുകാരൻ ആരാണ്? ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള പാക് കടലെടുപ്പ് നീന്തിക്കടന്ന് ലോക റെക്കോർഡ് കുറിച്ച 7 വയസ്സുകാരൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഇഷാങ്ക് സിംഗ്. ഇഷാങ്ക് സിംഗ് ആണ് ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള പാക് കടലെടുക്ക് നീന്തിക്കടന്നുകൊണ്ട് ലോക റെക്കോർഡ് കുറിച്ച 7 വയസ്സുകാരൻ. 15ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2026 ഏപ്രിലിൽ ലൈസൻസ് റദ്ദാക്കിയ പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2026 ഏപ്രിലിൽ ലൈസൻസ് റദ്ദാക്കിയ പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ് പേടിഎം ബാങ്ക് ആണ്. 16ാമത്തെ ചോദ്യം, ദുർബലരായ കുട്ടികൾക്ക് സംരക്ഷണം നൽകുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ദുർബലരായ കുട്ടികൾക്ക് സംരക്ഷണം നൽകുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ് മിഷൻ വാത്സല്യ. എന്താണ് മിഷൻ വാത്സല്യ? എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്? ദുർബലരായ കുട്ടികളുടെ സംരക്ഷണം നൽകാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് മിഷൻ വാത്സല്യ. 17. 2026 ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം. 2026 ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? ഓപ്ഷൻ ബിൽഡിംഗ് ഫോർ റെസിലിയൻസ്, ഇന്നോവേഷൻ, കോപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. 18. 2026 പത്മ പുരസ്കാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. 2026 പത്മ പുരസ്കാരങ്ങളെ കുറിച്ചിട്ട് 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. ആദ്യത്തെ നോക്കാം. ശ്രീ വി എസ് അച്യുതാനന്ദന് പൊതുപ്രവർത്തന രംഗത്തെ സംഭാവനകൾക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. കറക്റ്റ് ആണല്ലേ? ശരിയാണ്. പത്മഭൂഷൺ പുരസ്കാര പട്ടികയിൽ കല എന്ന വിഭാഗത്തിൽ നടൻ മമ്മൂട്ടിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ശരിയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിനാണ് എ മുത്തുനായകം പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായത്. അതും കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിൽ തെറ്റെന്ന് പറയുന്നത് പി നാരായണൻ എന്ന് പറയുന്നത് പത്മവിഭൂഷൺ പുരസ്കാര ജേതാവാണ്. പി നാരായണൻ പത്മവിഭൂഷൺ പുരസ്കാര ജേതാവാണ്, പത്മഭൂഷൺ പുരസ്കാര ജേതാവല്ല. 19. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2026 പ്രേം നസീർ പുരസ്കാരം നേടിയതാർക്കാണ്? സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2026 പ്രേം നസീർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി ആണ് പ്രിയദർശൻ. 20. 2026 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യം. 2026 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് മെക്സിക്കോയാണ്. മെക്സിക്കോയിലാണ് 2026 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത ഏർപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായത്. 21. 2026 ഫിഫ അണ്ടർ 20 വനിതാ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം. 2026 ഫിഫ അണ്ടർ 20 വനിതാ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ് പോളണ്ട്. പോളണ്ടിൽ വെച്ചിട്ടാണ് 2026 ഫിഫ അണ്ടർ 20 വനിതാ ലോകകപ്പ് ഫുട്ബോൾ നടക്കാൻ പോകുന്നത്. 22. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് പ്രതിരോധ ചെലവിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ
പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് പ്രതിരോധ ചെലവിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് അറിയോ? ഓപ്ഷൻ സി ആണ്, 5ാം സ്ഥാനമാണ്. 5ാം സ്ഥാനമാണ്. 2023 ഫിദെ വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ കിരീടം നേടിയതാരാണ്? 2026 ഫിദെ വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈശാലി രമേശ് ബാബു. ആരാണ്? വൈശാലി രമേശ് ബാബു ആണ് 2026 ഫിദെ വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലെ കിരീടം നേടിയ വ്യക്തി. 24 മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് സൈക്കിളിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് സൈക്കിളിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ് ചോദ്യം. ആരാണ്? ഓപ്ഷൻ എ ആണ്, ദിവ്യ സിംഗ്. ദിവ്യ സിംഗ് ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് സൈക്കിളിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. 25 അരുണാചൽ പ്രദേശിലെ ലോഹിത് നദിയിൽ പുതിയതായി അനുമതി ലഭിച്ച 1200 മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ്? അരുണാചൽ പ്രദേശിലെ ലോഹിത് നദി, ഏത് നദിയിലാണ്? ലോഹിത് നദിയിൽ പുതിയതായി അനുമതി ലഭിച്ച 1200 മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, കലായ് 2 ആണ് അരുണാചൽ പ്രദേശിലെ ലോഹിത് നദിയിൽ പുതിയതായി അനുമതി ലഭിച്ച 1200 ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതി. 26 കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് കരുതൽ ഒരുക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് കരുതൽ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ്, കാവൽ പദ്ധതി. കാവൽ പദ്ധതി എന്തിനാണ്? കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് കരുതൽ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാവൽ പദ്ധതി. 27 രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രിയാണ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ചേവായൂര്. കോഴിക്കോട് ജില്ലയിലെ ചേവായൂരാണ് രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത്. 28 2026 ഫെബ്രുവരിയിൽ കേരള സർക്കാർ നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 2026 ഫെബ്രുവരിയിൽ കേരള സർക്കാർ നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. ആരാണ്? ഓപ്ഷൻ എ ആണ്, ഡോക്ടർ വി പി ജോയി ആണ് 2026 ഫെബ്രുവരിയിൽ കേരള സർക്കാർ നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ. 29 സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി എന്താണ്? ഓപ്ഷൻ സി ആണ്, നിർഭയ നിശയാണ് സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. 30 കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ട് ഏതാണ്? കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ട് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇന്ദ്ര. എന്താണ്? കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ടിന്റെ പേരാണ് ഇന്ദ്ര. നമ്മളിത് പഠിച്ചിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ. 31 വിമാനയാത്രികർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണപാനീയങ്ങൾ നൽകുന്ന ഉഡാൻ യാത്രി കഫേ പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം ഏതാണ്? വിമാനയാത്രികർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണപാനീയങ്ങൾ നൽകുന്ന ഉഡാൻ യാത്രി കഫേ ആരംഭിച്ച കേരളത്തിലെ വിമാനത്താവളം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഉഡാൻ യാത്രി കഫേ പദ്ധതി ആരംഭിച്ചത്. 32 വനിതാ വിനോദ സഞ്ചാരികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഡൽഹിയിൽ ആരംഭിച്ച വനിതകൾ മാത്രം ഓടിക്കുന്ന ഇലക്ട്രിക് ഇരുചക്ര ടാക്സി പദ്ധതിയുടെ പേരെന്താണ്? വനിതാ വിനോദ സഞ്ചാരികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ ആരംഭിച്ച
വനിതകൾ മാത്രം ഓടിക്കുന്ന ഇലക്ട്രിക് ഇരുചക്ര ടാക്സി പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇ ബൈക്ക് ദീദി. ഇ ബൈക്ക് ദീദി എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്? ഡൽഹിയിൽ ആരംഭിച്ച പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വനിതാ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വനിതകൾ മാത്രം ഓടിക്കുന്ന ഇലക്ട്രിക് ഇരുചക്ര ടാക്സി പദ്ധതിയാണ്. 33 അങ്കണവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. അങ്കണവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ്? ഓപ്ഷൻ സി ആണ്, ചായം പദ്ധതി. ചായം പദ്ധതി എന്തിനാണ്? അംഗനവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചായം. 34 2026 ഏപ്രിലിൽ ഇന്ത്യൻ പ്രതിരോധ സേനകൾ സംയുക്തമായി നടത്തിയ എക്സസൈസ് ദീപ് ശക്തിയുടെ ലക്ഷ്യം. 2026 ഏപ്രില് ഇന്ത്യൻ പ്രതിരോധ സേനകൾ സംയുക്തമായി നടത്തിയ എക്സസൈസ് ദീപ് ശക്തിയുടെ ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കടൽ വഴിയുള്ള ആക്രമണങ്ങളും തീരദേശ സൈനിക പരിശീലനവും. കടൽ വഴിയുള്ള ആക്രമണങ്ങളും തീരദേശ സൈനിക പരിശീലനമാണ് എക്സസൈസ് ദീപ് ശക്തിയുടെ ലക്ഷ്യം. 35 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസിലാണ് 2026 G7 ഉച്ചകോടി നടക്കുന്നത്. 2025 എവിടെയായിരുന്നു? കാനഡയിലായിരുന്നു. 36ാമത്തെ ചോദ്യം, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ വ്യക്തി ആരാണ്? ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭൂപതി രാജു അൻമിഷ് വർമ്മ. ഭൂപതി രാജു അൻമിഷ് വർമ്മയാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന അഗ്നിപർവ്വതങ്ങൾ കീഴടക്കിക്കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ വ്യക്തി. 7ാമത്തെ ചോദ്യമാണ്, 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ 3ാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ 3ാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, INS അരിദമൻ. INS അരിദമനാണ് 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ 3ാമത്തെ ആണവ അന്തർവാഹിനി. 38ാമത്തെ ചോദ്യം, IPL 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ ആരാണ്? IPL 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഭുവനേശ്വർ കുമാർ. ഭുവനേശ്വർ കുമാർ ആണ് IPL 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഫാസ്റ്റ് ബൗളർ. 39ാമത്തെ ചോദ്യം, കരിയർ ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ്. കരിയർ ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ഓപ്ഷൻ എ ആണ്, കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ് കരിയർ ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റിലെ ലാസ്റ്റ് ചോദ്യമാണ്, കേരളത്തിലെ അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമായ കുമ്പിച്ചാൽ കടവ് പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ അണക്കെട്ടിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമായ കുമ്പിച്ചാൽ കടവ് പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 40 കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.